അപ്പോൾ അങ്ങനെ ഒരു കുട്ടി ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ക്രാക്ക് ചെയ്യണമെന്ന് വിചാരിക്കുന്ന ഒരു ആസ്പിറൻറ്റ് ഇങ്ങനെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നിൽക്കുന്ന ഒരാളോട് സംസാരിക്കാം. ഇപ്പോൾ അത് എനിക്ക് പേരൻസ്, എൻ്റെ ഫാമിലി ആയിരുന്നു, ചിലർക്ക് അത് ഫ്രണ്ട്സ് ആവാം, ചിലർക്ക് അത് ടീച്ചേഴ്സ് ആവാം. അപ്പോൾ എനിക്ക് ആക്ച്വലി എൻ്റെ ഫാമിലി തന്നെ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഡോക്ടർമാരാണ്, വേറെ ഫാമിലിയിൽ കുറേ ഡോക്ടർമാരുണ്ട്. അപ്പോൾ എനിക്ക് കൺസൾട്ട് ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ സപ്പോർട്ട് സിസ്റ്റമായി കൺസിഡർ ചെയ്തത് എൻ്റെ ഫാമിലിയാണ്. അതല്ലാണ്ട് എൻ്റെ ഫ്രണ്ട്സിനും ഈ ഇഷ്യൂസ് ഒക്കെ നന്നായി അറിയാമായിരുന്നു. അപ്പം നമ്മളുടെ സപ്പോർട്ട് സിസ്റ്റമായി നിൽക്കുന്ന ഒരാളോട് സംസാരിക്കുക, അതാണ് പ്രൈമറി ആയിട്ട് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമ്മൾ ഒറ്റയ്ക്കായി പോകാന്നുള്ളൊരു ഫീലിംഗ് ആണ് ഇതിനകത്ത് ഏറ്റവും വേഴ്സ്റ്റ് ആയിട്ടുള്ള ഒരു ഫീലിംഗ്. അപ്പോൾ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ട് എന്നറിയുകയാണെങ്കിൽ എന്നിട്ട് അടുത്ത സ്റ്റെപ്പായിട്ട് വേണമെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഭയങ്കര കുറയുകയാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു മെന്റൽ ഹെൽത്ത് തെറാപ്പി എടുക്കുന്നതിന് ഒരു പ്രശ്നമില്ല. ഞാൻ വേറൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞല്ലോ, നമുക്ക് ഫിസിക്കൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ ഒരു ഡോക്ടറെ കാണുന്ന പോലെയാണ് ഒരു മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വരുമ്പോൾ നമ്മളൊരു ഡോക്ടറെ കാണുന്നത്.